ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-2 തിരുവചന ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: കുഞ്ഞുമക്കളെ, നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ ഒരുവനുണ്ട്, യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ്. നമ്മൾക്ക് മാത്രമല്ല, ലോകത്തിലുള്ളവർക്ക് എല്ലാവർക്കും രക്ഷ നൽകുന്നതിന് വേണ്ടിയാണ്. പാപം ചെയ്തു പോയാൽ നമ്മൾ കുറ്റബോധത്തിലേക്കല്ല പോകേണ്ടത്. പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നാം നടന്നെടുക്കണം. പത്രോസിൻ്റെ ജീവിതത്തിൽ ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അവന് പാപബോധമുണ്ടായി. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു. അവന് പാപബോധമല്ല, കുറ്റബോധമാണ് ഉണ്ടായത്. കുറ്റബോധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകും. അവന് രക്ഷ കൈവരിക്കുവാൻ സാധിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്: കുഞ്ഞുമക്കളെ, നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്തു പോയാൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ ഒരുവനുണ്ട്, യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. ഈ നോമ്പുകാലത്തിൽ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് ദൈവത്തിന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹം നാം വീണ്ടും രുചിച്ചറിയുവാനും അനുഭവിച്ചറിയുവാനും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.